ഇവരുടെ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവരിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അസൂയയില്ല, ഇവർക്ക് കുശുമ്പില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ല. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും പരസ്പരം ചേർന്ന് നിന്നും ഒരു കുട്ടി പാടുന്ന സമയത്ത് മറ്റൊരു കുട്ടി സഹായിക്കും. ഒരു തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ടുള്ള സ്പർദ്ധകളൊന്നുമില്ല. അതർവൈസ് നമ്മൾ വളരെ നോർമൽ എന്ന് പറയുന്ന ആളുകളുടെ മനസ്സിലാണ് ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഡിസബിലിറ്റി മുഴുവൻ ഉള്ളത് നമുക്കാണ്. സത്യം, ഇവർക്ക് ഒരു ഡിസബിലിറ്റി ഇല്ല. ഇവർ വളരെയധികം എന്താ പറയാ എഫിഷ്യന്റ് ആണ്. ആ കഴിവിനെ പ്യുവറായിരിക്കും, മനസ്സ് പ്യുവറായിരിക്കും. അതെ അതെ അതെ. ഇനി ആരാളെ ഇവിടെ? ഇനി ഒരു പാട്ടുകാരനുണ്ട്, രാഹുൽ. രാഹുൽ കെ ജി. രാഹുൽ പാടുന്നില്ലേ? ഓ പാടല്ലോ. ഏതാ പാടുന്നേ? വെള്ളാര കുന്നിലേറി. ആ പാട്. വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂവു തേടി നോളം കൈട്ടി നദാരി ചെന്തെങ്ങിൻ പീലി വീശി മെല്ലോല കാറ്റിലാടി പൊന്നോളം സ്വപ്നങ്ങൾ നീരതാരി. കൂടെ വരും സ്റ്റേജിലേക്ക്. എല്ലാരും ഒന്ന് കൈ അടിക്കണം. എന്റെ ഗിരിജകുമാരി വന്നിട്ടുണ്ട്, എന്റെ അമ്മയാണ്. അമ്മയ്ക്ക് വരാൻ വേണ്ടി കൈ അടിച്ചു കൊടുക്കുക. ആ മൈക്ക് വാങ്ങിച്ചിട്ട് 2 വാക്ക് സംസാരിക്കാൻ അവന് സമാധാനമായിട്ട്. ഒരു രണ്ട് വാക്ക്. രാഹുല് ഇവിടെ വന്നപ്പോൾ അടങ്ങിയിരിക്കുന്ന കുട്ടിയൊന്നും അല്ലായിരുന്നു. പാട്ടിനടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഇവിടെ വന്നവനെ ഏത് ഭാഷയിലെ പാട്ടിട്ടാലും അവൻ പാടും. പിന്നെ ഹിന്ദി പാട്ടാണ് കൂടുതലായിട്ട് പാടുന്നത്. ഉദാസി മന്മത് ഹേ മേരി അതെല്ലാം നല്ലവണ്ണം പാടും. രാഹുലിന് ഭയങ്കര ഫാൻസ് ആണ് ഇവിടെ. എല്ലാരോടും എല്ലാരോടും അവനും ഭയങ്കര സ്നേഹം, അമ്മമാരോടും എല്ലാരോടും. പിന്നെ മോൻ ഇങ്ങനെ നല്ലവണ്ണം ആയതിന് ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന സാറിൻ്റെ അടുത്താണ്. സാറ് കാരണമാണ് എൻ്റെ മോൻ ഇത്രയും വലിയ ഉയർച്ചയിലെത്തിയത് തന്നെ. അതിന് ഒത്തിരി നന്ദിയും കടപ്പാട് സാറിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ മോനെ ഒരിടത്തും കൊണ്ടുപോകാൻ പറ്റൂലായിരുന്നു പാട്ട് പഠിപ്പിക്കാൻ. ആരും ഇങ്ങനെയുള്ള മക്കളെ ആരും സ്വീകരിക്കില്ല. പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോയാലും അവർ പറ്റില്ല എന്നേ പറയുള്ളൂ. മറ്റുള്ള മക്കളെ പോലെ ഇവരെ പഠിപ്പിക്കാൻ പറ്റില്ല, അടങ്ങിയിരിക്കില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കാരണം ആരും സ്വീകരിക്കില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെ സാറ് കരയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളാരും കരയാറില്ല. സന്തോഷവും പിന്നെ അഭിമാനവും ഇപ്പം മോനെ കൊണ്ട് നടക്കുന്നതിൽ നമുക്ക് വലിയൊരു പ്രതീക്ഷയും അഭിമാനവും എല്ലാം ഉണ്ട്. അതിന് സാറിനോട് ദൈവത്തിനെ പോലെ നമ്മളിപ്പോൾ കാണുകയാണ് സാറിനെ. എന്നുവെച്ചാൽ ഈ ഒരു സ്ഥാപനം ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം അടച്ചു പൂട്ടി കടന്നതിന് പിന്നെ നമുക്കും ഒരു ഇവിടെ വരാനും അമ്മമാർക്കും കൂടെ വരാനും എല്ലാം മക്കളെ കൂടെ ഇരിക്കാനും എല്ലാം നമുക്കൊരു അവസരം ഒരുക്കി തന്ന സാറാണ്. അതിന് ഒത്തിരി സാറിൻ്റെ അടുത്ത്. രാഹുൽ ഇപ്പൊ എവിടെയൊക്കെ പോയി മോനെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ ആദ്യം പോയത് കാസർഗോഡ് തൊട്ട്, പിന്നെ ഡൽഹി, സിംഗപ്പൂർ ആൻഡ് ഷാർജ ആൻഡ് ദുബായ്. അതെ, പിന്നെ അതിന് സിംഗപ്പൂറും. ദുബായിൽ പോയിട്ട് ഷെയ്ഖ് റാഷിദ് ഓഡിറ്റോറിയത്തിൽ ഫുൾ ക്രൗഡാണ്. ഒരു കുട്ടി പോലും പെർഫോമൻസ് കഴിഞ്ഞവർ പോയില്ല. ഞാൻ എന്തായാലും ഹിന്ദി പാട്ടേ പാടും. രാഷ്ട്രപതി ഭവനിൽ പോയി. അതന്നെ, രാഷ്ട്രപതി ഭവനിൽ പോയത് അങ്കിളാണ് കൊണ്ടുപോയത്. എന്നിട്ട് ദ്രൗപദി മുർമുവിനടുത്ത് സംസാരിച്ചില്ല, ഞാൻ മിണ്ടാതിരുന്നു, സൈലന്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കാസർഗോഡ് പോയപ്പോഴും ട്രെയിനിൽ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഞാനും എൻ്റെ ടീച്ചേഴ്സും കുറെ കുട്ടികളും അവരായിട്ട് ചേർന്നു. അച്ഛന്മാരും ഞങ്ങൾ കൊണ്ടുപോയില്ല. എൻ്റെ അച്ഛൻ ദൈവമാണ്, അതുകൊണ്ട് അമ്മയടുത്ത് പറഞ്ഞ അച്ഛനുണ്ടായിരുന്നല്ലോ. അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ എന്നെ രാവിലെ 5 മണിയായപ്പോ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ്. അത് അവന് നമ്മളെ വിട്ട് പിരിയില്ല. പക്ഷേ സാറിന്റെ കൂടെ പോവാനും സങ്കടവും ഇല്ല, വിഷമവും ഇല്ല. നമ്മളെ കാണണ്ട, അല്ലാതെ നമ്മളെ കാണാതിരിക്കാൻ പറ്റൂല. ഒരു രഹസ്യം കൂടി പറയാൻ പോവാണ്. ഞങ്ങൾ ഹോളിവുഡിൽ പെർഫോം ചെയ്യാൻ പോവാണ്, അമേരിക്കയില്. അല്ലേ? തകർക്കും നമ്മളല്ലേ? തകർക്കും. അടിപൊളി.